ഹായ് ഓൾ, എല്ലാവർക്കും തിരുവോണാശംസകൾ. ഞങ്ങൾ ദാണ്ട് ഓണം ഒരുക്കിൻ്റെ തിരക്കില. എവിടം വരെ നിങ്ങളുടെയൊക്കെ ഓണവിശേഷങ്ങൾ? ദാണ്ട് അച്ഛമ്മ രാവിലെ എഴുന്നേറ്റാണ്ട് സാമ്പാറിന്റെ കഷ്ണങ്ങളൊക്കെ നന്നാക്കുന്ന തിരക്കില. എല്ലാവർക്കും കാപ്പി ഓണം. അച്ഛനും മക്കളും ഒക്കെ ദാണ്ട് പൂക്കളം ഒരുക്കുന്നതിന്റെ തയ്യാറെടുപ്പിലാണ്. വീരക്കുട്ടനാണെങ്കിൽ അവരെ കൊണ്ടാവും കണക്കൊക്കെ പൂവൊക്കെ നന്നാക്കി കൊടുക്കുന്നുണ്ട്. നൈസ് പിന്നെ സൂപ്പറായിട്ട് ചെയ്യും. എൻ്റെ കൂടെ അച്ഛനും ഉണ്ട്. നൈസ് ഹാപ്പി ഓണം പറഞ്ഞേ. ഇരുക്കുട്ടി എല്ലാവർക്കും ഞങ്ങളുടെ ഹാപ്പി ഓണം. ഞാൻ ഇഡ്ഡലി സാമ്പാറാ. രണ്ട് ഇന്നലെ അരച്ച വെച്ച മാവൊക്കെ നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇഡ്ഡലി സാമ്പാറും ചമ്മന്തി അതായിരിക്കും ഞങ്ങൾ രാവിലത്തെ പോകും. ഞങ്ങൾ ദാണ്ട് ഇഡ്ഡലിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തിയും ഉണ്ട്. ചമ്മന്തിയും കുട്ടി ഞങ്ങളിനി കഴിക്കാൻ പോവാണ്. ചായ അടുപ്പത്തിരിപ്പുണ്ട്. ഇത് കഴിഞ്ഞിട്ട് വേണം അടുത്ത പരിപാടികളിലേക്ക് നീങ്ങാൻ വേണ്ടി. കഴിച്ചോ? പറ ചക്കര. എല്ലാം കഴിച്ചിട്ട് അടുത്ത വീഡിയോ കാണാം. അടുത്ത വീഡിയോ എല്ലാം ബാക്കിയോടെ വരാം. എൻ്റെ കൊച്ചിന് ഇന്നലെ രാത്രി കാലുവേദനയായിരുന്നു. പിന്നെ പല്ലുവേദന വന്ന് അങ്ങനെ കുഞ്ഞിച്ചിരി ക്ഷീണത്തിൽ. ഇപ്പം എല്ലാം മാറി. ഇന്നലെ രാത്രി എന്നെ ഉറക്കിയിട്ടില്ല. എന്നോട് വീരാത്തി ഹലോ, ഇന്ന് അമ്മ കൊല്ലം സ്റ്റൈൽ ചമ്മന്തി ഉണ്ടാക്കിയിരുന്നു അച്ഛൻ പറയുന്നത് അല്ലേ? ചമ്മന്തിക്ക് അങ്ങനെ കൊല്ലം സ്റ്റൈല് മറ്റും ഉണ്ടോ? കുഞ്ഞിനിപ്പോ ഏതാ ഇഷ്ടപ്പെട്ടെ? ആ, കൊല്ലം സ്റ്റൈല്. അതെന്താ കൊല്ലം സ്റ്റൈൽ ഇഷ്ടപ്പെടാൻ കാര്യം എന്താ? കൊല്ലത്തിന് ഇഷ്ടമുണ്ടാ? ആണോ? ഞാൻ അവിയലിന്റെ കഷ്ണങ്ങൾ അരിഞ്ഞോണ്ടിരിക്കുക. ഇത് ചേന, പച്ചക്ക, ക്യാരറ്റ്, അച്ചിങ്ങ, വെള്ളരിക്ക, മുരിങ്ങക്കോല്, മാങ്ങ അരിയണം. ഇത് അരിഞ്ഞു കൊടുത്താൽ മോള് വെച്ചുകൊണ്ട് വെക്കും. മോളിപ്പോൾ ഞാൻ കൂട്ടുകാർക്കെല്ലാം അവള അരിഞ്ഞു കൊടുത്തു. അവളത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അച്ചു ഇത് അരിഞ്ഞു കൊടുത്താൽ അവളെല്ലാം കൊണ്ടുവരുമ്പോൾ വെക്കും. പിന്നെ ഇതേ ഓരോ എല്ലാം ഞങ്ങൾ ഓണത്തിനെല്ലാം വയ്ക്കും. അവിയൽ, കൂട്ടുകറി, പച്ചടി, കിച്ചടി, സാമ്പാർ, തോരൻ ഇതെല്ലാം വയ്ക്കും. കൂട്ടുകറി വെച്ചുകൊണ്ടിരിക്കുന്ന സാധനത്തെ അച്ഛമ്മ എല്ലാം അരിഞ്ഞൊക്കെ തന്നവരെ കൂട്ടുകറിയാക്കി. പിന്നെ അവസാനം കടുക് വറുത്ത് കുറച്ച് തേങ്ങയും കൂടെ മൂപ്പിച്ചാണ്ട് കൂട്ടുകറിക്കുള്ള ഇടാൻ പോവുകയാണ്. കൂട്ടുകറി സെറ്റായി. ഇനി അടുത്ത അവിയൽ ഇപ്പം നല്ല വെക്കും. ഞങ്ങൾ ഓരോന്നായിട്ട് ഇങ്ങനെ വെച്ചോണ്ടിരിക്കുകയാണ്. അങ്ങനെ കൂട്ടുകറി ശരിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ അച്ഛമ്മ അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ പോയി ഇതാണ്ട് അവിയൽ വാങ്ങിച്ചുകൊണ്ട് വന്ന് ഇപ്പൊ അവിയലിന്റെ കഷ്ണങ്ങളാണ്ട് അടുപ്പേ കയറ്റും. അവിയലിന്റെ കഷ്ണങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വന്ന് ഇപ്പൊ അത് കഴുകി ശരിയാക്കി അടുപ്പിലോട്ട് കയറ്റും. അങ്ങനെ ഇനി അവിയല് പിന്നെ ഓരോന്നോരോന്ന് ശരി. രാവിലെ പിന്നെ സാമ്പാർ ശരിയായി. പരിപ്പ് ഇന്നലെ രാത്രി തന്നെ ഞങ്ങള് പഴങ്കാളൻ, ഇഞ്ചിക്കറി ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് ശരിയായിക്കൊണ്ടിരിക്കുവാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് പാത്രം കൂടെ കഴുകി എടുക്കുവാണ്. അല്ലെങ്കിൽ നമ്മൾ അവസാനം ആകുമ്പോൾ ഭയങ്കര തിരക്കായി പോകും. നിങ്ങൾ എവിടം വരെ നിങ്ങളെ വിഷു ഒക്കെ? വിഷു അല്ല, ഓണം. അവിടെ വീട്ടിൽ ഇങ്ങനെ എടുത്തോണ്ടിരിക്കണേ ക്ഷീണിച്ച് പണി ചെയ്ത് ക്ഷീണിച്ചു. അവിടെ അച്ഛമ്മ തന്നെ ഒന്ന് ഒരുങ്ങി ലാസ്റ്റ് ആയിട്ട് പപ്പടം കൂടെ കാച്ചി എന്റെ പണി വിഭവങ്ങൾ റെഡി ആയിട്ടുണ്ട്. ഇനി അത് വിളമ്പണം. വിളമ്പാനുള്ള ഇല താണ്ട് ചേട്ടൻ ഇവിടെ തുടച്ച് വൃത്തിയായിക്കൊണ്ടിരിക്കുക. ഇലയൊന്നും ഇല്ലായിരുന്നു, എവിടുന്നാണ്ടൊക്കെ പോയി ഇല വെട്ടിക്കൊണ്ട് വന്നിരിക്കുക. എങ്കിൽ ഇനി ഭക്ഷണം വിളമ്പ് നടത്ത് കാണാം.
പൂക്കൊണ്ട് മൂടും പൊന്നും ചിങ്ങത്തിൽ പുല്ലാങ്കുഴൽ കാറ്റത്താടും ചെമ്പാവിൻ പാടം ചെന്നാൽ അത്തം ചിത്തിരച്ചോതി പുന്നെല്ലിൻ പൊന്മല പൂമുറ്റം ചൂടും നീ വരൂ പൊന്നോണ തുമ്പി ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ നീ വരൂ ഭാഗം വാങ്ങാൻ പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണ തുമ്പി. വിളമ്പി തുടങ്ങി കൊടുത്ത് വിളക്കൊക്കെ വെച്ച് അല്ലെങ്കിൽ ഞങ്ങൾ കഴിക്കാനുള്ള ഇല ഇട്ട് തുടങ്ങി വിളമ്പി തുടങ്ങി ഓരോരോ ഐറ്റംസ് ആയിട്ട് വിളമ്പി തുടങ്ങി. ഞങ്ങളെ സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് തന്നെ ഇച്ചാരിയുണ്ട്, നിമിഷ അവിടെ വരാനുണ്ട്, വരും. ഞങ്ങൾ ഒരു തട്ടൊക്കെ തട്ടിട്ട് വീട്ടിൽ കഴിവ് വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഇവിടെ കിച്ചാൻ ഞങ്ങളെ ഇടിച്ചു കൂട്ടും. കളിപ്പച്ചടി എല്ലാം കൂടെ നമ്മൾ ഒന്നാക്കിയിട്ട് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് വറ്റിക്കും. നിങ്ങള് വൈകിട്ട് വരെ ഇരിക്കുവാണെങ്കിൽ ഞങ്ങൾ ഇന്ന് ശരിയാക്കിയിട്ട് ദോശയും ചുട്ടും തരാം. ഇപ്പൊ തന്നെ എനിക്ക് ഓർമ്മ അല്ല 2 ദോശ കഴിക്കാമല്ലോ. ഇത് വിഷുവിനെന്തോ പറഞ്ഞില്ലായിരുന്നു. നിശ്ചയുടെ അമ്മ എല്ലാരും എത്തിയിട്ടുണ്ട്. എല്ലാരും കഴിച്ചു തുടങ്ങി. കുട്ട നിരിശക്കുട്ടി നിരിശ പറഞ്ഞോട് ഫുള്ളായിട്ട് എടുക്കും. കിച്ചറിന്റെ വീഡിയോ ഫുള്ളായിട്ട് അങ്ങ് എടുക്കും. മുടുക്കനായിട്ടുണ്ട് ഇപ്പൊ. ഇരുന്ന് ഇത്തിരി പായസം മതി അല്ലേ കഴിക്കാം, ബാക്കി ഗ്ലാസ് മതി. ഇത്തിരി പായസം അത്രയും മതിയാ, അത്രയും അങ്ങോട്ട്. ലാസ്റ്റ് തൈരോ മോഴോ ഒഴിച്ച് കഴിക്കണം. തൈരൊഴിച്ച് ചോറിനോ. കറികളെല്ലാം നല്ല സൂപ്പർ. എന്നെ കണ്ടില്ലേ, എല്ലാം നല്ലതായിരുന്നു. നല്ല സന്തോഷത്തോടുകൂടി ഓണസദ്യ കഴിച്ച് ഞങ്ങള് രാത്രി കൊല്ലത്തോട്ടു. ഹാപ്പി ഓണം. ഹാപ്പി ഓണം എല്ലാവർക്കും. ഹാപ്പി ഓണം. ഇവരിനി തിരിച്ചു പോകാൻ പോവാണ്. ഫുഡൊക്കെ കഴിച്ച് നല്ല ഫുഡായിരുന്നു. അടിപൊളി ഫുഡാണ് കഴിച്ചാൽ ഹാപ്പിയായി ഞങ്ങൾ പതിയെ പോകാൻ വേണ്ടി. ഇടയ്ക്ക് ഇവിടെ ഒന്ന് കഴിക്കണോണ്ട് ഞങ്ങൾക്ക് ഫുഡിന്റെ കാര്യം പറയാനില്ല. അതെ, അടിപൊളിയായിരുന്നു. ഞങ്ങൾ ഇറങ്ങുന്നു. ഹാപ്പി ഓണം. വീരപ്പൻ ഒരു വീഡിയോയിലൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുവാണ്. ഡ്രസ് ചേഞ്ച് ചെയ്തിട്ടിരിക്കുവാണ്. അതുകൊണ്ട് ഇവര് പോവാണ്. അതാണ്ട് അവർക്ക് വീട്ടിൽ ചെന്നിട്ട് അവിടെ അമ്മച്ചിയുടെയും പപ്പയുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. അതുകൊണ്ടാണ് പോകുന്നത്. അല്ലെങ്കിൽ ഒരു കുറച്ചേരും കൂടെ നേരം നിന്നേനല്ലേ. ഓക്കെ രാത്രിയിലും പോളൂ. അപ്പൊ എന്നാലും ഓക്കെ ബൈ. ജനമേലക്കൊട്ടി കളിയാണ്, മുല്ലപ്പൂവും ചൂടി വരവാണ്, സദ്യ കൂട്ടങ്ങൾ ഒരുങ്ങാണ്, ഒന്നാട്ട് നിന്നാട്ട് ഒരുമിച്ച് നിന്നാട്ട്. ജനമേലക്കൊട്ടി കളിയാണ്, മുല്ലപ്പൂവും ചൂടി വരവാണ്, സദ്യ കൂട്ടങ്ങൾ ഒരുങ്ങാണ്, ഒന്നാട്ട് തിന്നാട്ട് ഒരുമിച്ച് നിന്നാട്ട്. തിരുവോണ സദ്യ കഴിച്ച് എല്ലാരും മടങ്ങി. ഇനി ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സദ്യ വിളമ്പി കഴിക്കുവാണ്. ഞാൻ എന്നെ കാണാൻ പറ്റില്ല. പിന്നെ ഇവിടെ ചിരിച്ചോണ്ടെല്ലാം കഴിച്ചു കൊടുക്കണം. നിങ്ങളെല്ലാവരും കഴിച്ചാ എങ്കിൽ ഞങ്ങളിനി കഴിക്കട്ടെ. ശരിയല്ല. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.